നമ്മുടെ ജീവിതത്തിൽ പാപത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം, അന്ധകാരം ഒരിക്കൽ മാറിപ്പോകുന്നില്ല. പ്രകാശം വന്ന് അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നു. അന്ധകാരം മാറി ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് കയറിപ്പോവുകയല്ലോ, മറിച്ച് പ്രകാശം വരുമ്പോൾ അന്ധകാരത്തിൻ്റെ സാന്നിധ്യം തന്നെ അവിടെ നിന്നും മാറിപ്പോകുന്നു, ഇല്ലായ്മ സംഭവിക്കുന്നു. പാപത്തെ നമുക്ക് വെറുത്തുപേക്ഷിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മറിച്ച് ദൈവത്തോടുള്ള നിർമ്മലമായ സ്നേഹം കൊണ്ട് അവയെ പരിഗണിക്കാതിരിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് നമുക്ക് പാപത്തെ അവഗണിക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്നത്. നാം പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം രൂപപ്പെടുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ മറ്റൊരു നിയമം ഞാൻ എൻ്റെ ഉള്ളിൽ കാണുന്നു. അത് എന്നോട് യുദ്ധം ചെയ്യുന്നു. ഈ സംഘർഷത്തെ നമ്മുടെ കഴിവ് കൊണ്ട് വളരെ അധ്വാനിച്ച് കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കാം. എന്നാൽ അതിൻ്റെ ഫലമോ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. നന്മയെ അഥവാ ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. ഇതിനേക്കാൾ ലളിതമായ കാര്യമെന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തോടുള്ള നിർമ്മലമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ട് അത് വളർച്ച പ്രാപിച്ച് സമൂലം നാം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തിന്മയായതൊന്നും നിലനിൽക്കില്ല എന്നത് വളരെ ലഘുവായ അധ്വാനം മാത്രം ആവശ്യപ്പെടുന്ന ഒരു സമർപ്പണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്, സഹായം കൊണ്ട് മനുഷ്യന് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന സമർപ്പണം. നമ്മിൽ നിന്നുണ്ടാകേണ്ട പരിശ്രമം എന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയെ ലക്ഷ്യം വെച്ച് ആ സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കാൻ വേണ്ടിയാണല്ലോ. സങ്കീർത്തന പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവേ, പാപ അടിമത്തങ്ങൾക്ക് വിധേയരായ ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വരുമ്പോൾ അങ്ങ് അവയെ മോചിപ്പിച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഈ നോമ്പുകാലത്ത് നമ്മുടെ പരിത്യാഗങ്ങളിലും സമർപ്പണങ്ങളിലും നാം മനസ്സിലാക്കേണ്ടത്, പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥ അനുതാപവും യഥാർത്ഥ എളിമയും, അതായത് സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ എന്നിലുണ്ടാകുവാൻ എന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് നമ്മെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാം. ഈ നോമ്പുകാലം ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം നമ്മിൽ എല്ലാവരിലും രൂപപ്പെടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.